എടാ ഞങ്ങളെ കണ്ടാ നിനക്ക് എന്ത് തോന്നുന്നു? നീ എന്താ ചെയ്യുന്നത്? നീ തെറ്റിയ ഞാൻ SI യാ. വെടിവെക്കരുത്. ഹലോ സാർ, ബുജിമ, അവൻ കരീമിന്റെ പോലീസ് സ്റ്റേഷനിൽ FB ലൈവ് പോവാ. എന്റെ പേര് വിജയ്. ഞാനൊരു മിഡിൽ ക്ലാസ് പയ്യനാ. സ്നേഹിച്ച കുട്ടിയെ കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കള്ളനോട്ട് കേസിൽ കുടുങ്ങി മീഡിയയിൽ ന്യൂസ് വന്ന് നാണം കെട്ടു. എന്റെ അച്ഛൻ വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്ത് വാങ്ങിച്ചെന്ന ജോലിയിൽ പോലും എനിക്കിനി ജോയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നെന്ന് പോലും അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുമായിരുന്നു. എന്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നടന്ന സത്യം എന്താണെന്ന് നിങ്ങളും അറിയണം. ഇതൊക്കെ എനിക്ക് അറിയാതെയാണ് സംഭവിച്ചത്. ഞാൻ ജീവനെ തുല്യം സ്നേഹിച്ച പെണ്ണ് ജീവനോടുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരു തെളിവുമില്ല. എനിക്ക് അവനും ഞാനും, അത്രേ ഉള്ളൂ. എനിക്ക് എന്താ ചെയ്യേണ്ടത് പോലെ അറിയാതെ ലൈവിലേക്ക് വന്ന് നിങ്ങൾ എന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വീഡിയോ ഒക്കെ ഉണ്ട് ബുജിമ. അന്ന് സംഭവിച്ചത് എന്നാണ് നിങ്ങൾ പറയുന്നേ? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും, എല്ലാത്തിനും ഒരു പ്രൂഫ് ഉണ്ടാവും. ഒരു പ്രൂഫും ഇല്ലാതെ എങ്ങനെ നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്യും? അതും അല്ലാതെ ആര് നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ പറയുന്ന സത്യമാണെന്നതിന് എന്താ തെളിവ്? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്താണെങ്കിലോ? തെളിവില്ലാതെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ എങ്ങനെയാ സ്വയം തെളിയിക്കാൻ പോകുന്നത്? തെളിവ് വല്ലതും ഉണ്ടോ സാർ നിങ്ങളുടെ കയ്യിൽ? തെളിവ് കാണിക്കും സാർ. നിങ്ങളെ വിശ്വസിക്കാം. കളവൊക്കെ പറയണോ? എന്തെങ്കിലും പ്രൂഫ് കാണിക്കും സാർ. പ്രൂഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോഴേ ജനങ്ങൾ വിശ്വസിക്കൂ. പറയൂ സാർ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതല്ല നിങ്ങൾ ഫേമസ് ആവാൻ വേണ്ടി ചെയ്യാണോ? പറയൂ സാർ, എന്താ കാരണം ഇതിന്? ഫേസ്ബുക്ക് ലൈവ് ഓഫ് ചെയ്യടാ. പറയുന്ന കേക്കടാ, ഫേസ്ബുക്ക് ലൈവ് ഓഫ് ചെയ്യാൻ. മര്യാദക്ക് പറയുന്നേട്ടോ, ഇല്ലെങ്കിൽ ഇവനെ കൊല്ലും. പറയുന്ന കേട്ടോ, ഓഫ് ചെയ്യ്. ഓ ചെല്ലടാ, ചെന്ന് ഓഫ് ചെയ്യാനാ പറഞ്ഞത്. ചെല്ല്. അവൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അവന്റെ അടുത്ത് തന്നെ ആ വീഡിയോ ഉണ്ടാവേണ്ടത്. ഹലോ സാർ, ഒരു SD കാർഡ് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോ അവന്റെ കയ്യിൽ കിട്ടി സാറേ. സാർ, അതവൻ അപ്ലോഡ് ചെയ്യാം. പോലീസ് സ്റ്റേഷൻ കത്തിച്ചേക്ക്. പെട്രോൾ ഒഴിച്ച് കത്തിക്കടാ പെട്ടെന്ന്. ശരിയേട്ടാ. എടാ പെട്രോൾ എടുക്ക. പെട്രോളിന്റെ മണം വരുന്നു സാർ. സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സാർ. കത്തിക്കാൻ പോവാ. ചെയ്യ് സാറേ. എന്തെങ്കിലും ചെയ്യൂ സാറേ. ഡാ,
ശ്ശേ, എടാ പോയി തീപ്പെട്ടി എടുത്തിട്ട് വാ. ആ, ഓപ്പൺ ചെയ്യടാ. Help! സ്കൂൾ PT ടീച്ചറെ മുഖ്യമന്ത്രിയുടെ മകൾ കൊലപാതകം ചെയ്തിരിക്കുകയാണ്. ആധാരമായ തെളിവുകൾ വിജയനഗരം അജയ്, എന്നെ നിനക്കിഷ്ടാണോ? നീ എനിക്ക് ജീവനാണ് ബുജിമ. അപ്പോ എൻ്റെ കൂടെ വരുമോ? വരും. എവിടെയാണെങ്കിലും വരുമോ? എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? എവിടെയാണെങ്കിലും വരുമോ? ബുജിമ, 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 ബുജിമ വേണ്ട. ബുജിമ, 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 ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കേക്ക്. ഏട്ടാ, മാഡം മരിച്ചുപോയി. പെട്ടെന്ന് ഇങ്ങ് വാ. ശരി ഏട്ടാ. ഏട്ടാ, അവരെ വിട്ടേക്ക്. ഓക്കെ. ഡാ വാടാ. തെളിവുകൾ പുറത്തുവിട്ട വിജയകുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് തന്നെ നമുക്ക് വിശദമായി ചോദിച്ചറിയാം. ഈ ഫുട്ടേജ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരാണ് ഇത് തന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മരിച്ച ആൾക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്താണ് ബന്ധം? അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് വൈറ്റില എസ്ഐ കരീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ATM-ൽ കള്ളനോട് നിക്ഷേപിച്ച മണി ട്രാൻസ്ഫർ ഏജൻസിയുടെ ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളോടൊപ്പം 2 സഹായികളും ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ബാങ്ക് മാനേജർ രവി വർമ്മയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.